ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് രാവിലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. രാവിലെ തന്നെ രോഷി സ്കൂളിൽ പോകണമല്ലോ, അപ്പോൾ അതിൻ്റേതായ തിരക്കിൽ നിൽക്കുകയാണ്. പാപ്പി നല്ല ഉറക്കത്തിലാണ്, ഉറങ്ങി എണീറ്റിട്ടില്ല. അവിടെ കിടന്നുറങ്ങേണ്ട. രോഷി റെഡി ആയിക്കൊണ്ടിരിക്കും, കുളിക്കാൻ കയറിയിരിക്കണം. അപ്പോൾ രാവിലെ എന്തായാലും മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പാത്രത്തിലാക്കിയിട്ട് പോയെന്ന് മാഗി മതി എന്ന് പറഞ്ഞു. ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചോറ് വയ്ക്കണം. എന്തെങ്കിലും ഉപ്പേരി, ഇന്നലത്തെ ഉപ്പേരി കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളിങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട എന്തായാലും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എന്താ പറയുക, കുടുംബക്കാരുണ്ടല്ലോ, അവർക്ക് ഒരു വിചാരം പറഞ്ഞാൽ അവരുടെ ചിന്താഗതി അങ്ങനെ ആയിരിക്കാം. അവർ മൊബൈൽ കാണാത്തതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. അവർ കുറ്റം പറയുകയല്ല, എന്നാലും കൂടിയിട്ട് അവരുടെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, അവർക്ക് എന്താ കുഴപ്പം, എവിടെയും പോകണില്ല, മിണ്ടാതിരിക്കണം. പക്ഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കണ്ടല്ലോ. അവർ യൂട്യൂബ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിടുന്നത് കൊണ്ട് നിറയെ പൈസ അങ്ങോട്ട് വാരിക്കോരി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് പൈസയൊക്കെ ചോദിക്കും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ തള്ളി നീക്കിക്കൊണ്ട് പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയുള്ളൂ. ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഓരോരോ കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിലും നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണത് ശരിയല്ല. ഉള്ളത് കൊണ്ട് അന്നത്തെ ദിവസം ഒന്നും ഇല്ല ഉള്ളത് കൊണ്ട്, പിന്നെ പിള്ളേരാണെങ്കിലും രോഷിയാണെങ്കിലും പാപ്പിയാണെങ്കിലും ഉള്ളത് കൊണ്ട് കഞ്ഞി ഒഴിച്ച് അതിൽ ഉപ്പിട്ട് ഒരു മുട്ട വെറുതെ ബുൾസ പോലെ ഇട്ട് കൊടുത്ത പാപ്പി അത് കൂട്ടി ചോറിനും. രോഷിയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം പറയുകയാണെങ്കിൽ നമ്മൾ കഴിച്ചത് ദോശയും കേബേജ് ഉപ്പേരിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ കഴിഞ്ഞു. പക്ഷെ അവർക്ക് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഒരു കുഴപ്പമില്ല, നല്ലപോലെ അവരിരിക്കേണ്ട, അവർക്ക് നല്ല കാശുണ്ട്, നമ്മൾ ചോദിച്ചാൽ മാത്രം തരില്ല. അങ്ങനെയുള്ളൊരു വൈരാഗ്യം കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുക. അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് വല്ലാത്ത വിഷമവും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടാണോ നമ്മൾ കഴിഞ്ഞു പോകണമെന്ന് ചോദിച്ചാൽ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരിക്കലും അല്ല. യൂട്യൂബിൽ നിന്ന് കാര്യമായിട്ട് വരുമാനം കിട്ടില്ല എന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പഴയ ബന്ധം ഇപ്പോഴും നിലനിർത്തി പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ളവരുടെ സഹായം കൊണ്ട് മാത്രം നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോകണത് തന്നെ പറയാൻ പറ്റും. അവരുടെ പേരോ ഒന്നും വെളിപ്പെടുത്താത്തത് അവർക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്കവരെ എന്തായാലും ഒരു ദിവസം എങ്കിലും സ്ക്രീനിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ട്. നമ്മളുടെ അടുത്ത് വരും, സംസാരിക്കും, ഓരോ മാസത്തേക്കും വേണ്ടിയ സാധനങ്ങൾ കൊണ്ടുവന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിട്ട് പോവും. അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് തരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അത് അവർക്ക് അറിയില്ല. അവരിൻ്റെ വിചാരം ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വലിയൊരു വരുമാനം കിട്ടിയിട്ട് അതിൽ നിന്ന് വാങ്ങിച്ചവർ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോകണം. ഇങ്ങനെ എന്നാലും നമ്മൾ എന്താ പറയുക, കുറേ സാധനങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നാൽ കൂടിയിട്ട് അങ്ങനെ ഒരുമിച്ച് എപ്പോഴും വയ്ക്കാറില്ല. ഒന്നിൽ ഒരു ഉപ്പേരി അല്ലെങ്കിൽ ഒരു കറി, ഇത് വെച്ചാൽ ഒരു ദിവസം അങ്ങനെ തള്ളി നീങ്ങിക്കൊണ്ട് അങ്ങനെ പോവുകയാണ് പതിവ്. ഇന്നിപ്പോൾ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുക ഇതാണ്. രോഷി പാത്രത്തിലാക്കിയിട്ട് പോയി. ഇന്നലത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നതിന് അവൾ കഴിച്ചു. ഇനിയിപ്പോൾ ബാക്കിയുള്ള മാഗി ഞാനും പാപ്പിയും കൂടി കഴിച്ചാൽ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞിട്ട് പോകണം. പക്ഷെ അവർ അവിടെ നിന്ന് കാണുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത രീതിക്ക് പോകണു എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും അവർക്ക്. എന്താ പറയേണ്ടതെന്നറിയില്ല. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ രോഷിക്ക് പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തു. രോഷി അങ്ങനെ പോയി. അപ്പോഴേക്ക് നമ്മുടെ സുന്ദരി പാപ്പി ഇതാ ഉറങ്ങി എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉറങ്ങി എണീറ്റ് വിളിക്കും, അമ്മ എന്ന് വിളിക്കും. വിളിക്കുന്ന സമയത്ത് നമ്മൾ പോകണം. അപ്പോൾ എപ്പോൾ ഉറങ്ങി എണീറ്റാലും ഈ തല കെട്ടണം. തേച്ച് ഉറങ്ങണതിൻ്റെ മുന്നായിട്ട് ഇവള് തലയെ കെട്ടിയിട്ട് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി, ചോറ് കൊടുത്ത ശേഷം മേലൊക്കെ കഴുകി കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ തലയൊക്കെ കെട്ടി കൊടുത്തിട്ടാണ് കിടത്തുക. പക്ഷെ ഉറങ്ങണ സമയത്ത് ആ തലയെ കെട്ട് അഴിച്ച് കളയാതിരുന്ന അവൾക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഈ തലയെ കെട്ട് ഒരിക്കലും ഉണ്ടാവില്ല. അത് എന്താ പറയുക, അത് അഴിച്ച് മേലേക്ക് അങ്ങടിക്ക് ആക്കി വയ്ക്കും. അതാണ് ഉണ്ടാവണ കാര്യം. അപ്പോൾ രാവിലെ എണീറ്റ് ആദ്യം തല കെട്ടി കൊടുക്കണം, എന്നിട്ട് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കൊടുക്കുക, എന്നിട്ട് കുളിപ്പിക്കുക, എണ്ണ തേച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്യണത് ചായ കുടിച്ച ശേഷമാണ്. എന്താ വെച്ചാൽ ഉറങ്ങി എണീറ്റതും ആൾക്ക് ചായ നിർബന്ധമാണ്. കട്ടൻ ചായ ആണെങ്കിലും ശരി, ചില സമയം കട്ടൻ ചായ വയ്ക്കും, ചില സമയം പാൽപ്പൊടി ഇട്ട് വയ്ക്കും.
പാല് വാങ്ങിക്കാൻ അപ്പുറത്തേക്ക് പോകണം. ഇവിടെ ആളില്ലാത്തതുകൊണ്ട് പാല് വാങ്ങിക്കാൻ പോവാറില്ല. ആളുണ്ടെങ്കിലും പോവില്ല, ഇല്ലെങ്കിലും പോവില്ല. പാൽപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ കട്ടൻ ചായ തന്നെ വെച്ചിട്ട് കുടിക്കും. ചായ മാത്രം കൊടുക്കാൻ നിർബന്ധമായതുകൊണ്ട് ഇപ്പോൾ 2 നേരം മാത്രമേ ചായ കൊടുക്കാറുള്ളൂ. അതും ഫുള്ളായിട്ട് ഒരു ഗ്ലാസ് ഫുള്ളായി കൊടുക്കില്ല, അര ഗ്ലാസ് ആയിട്ട് കൊടുക്കുകയുള്ളൂ. അത് ശീലിച്ചു പോയി. അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു ദിവസത്തെ രാവിലത്തെ കാര്യമാണ് കേട്ടോ. അവൾക്ക് എപ്പോഴും ഉറങ്ങി എണീറ്റ് ചായ കൂടി കഴിഞ്ഞ്, പല്ല് തേച്ച് ചായ കൂടി കഴിഞ്ഞ്, എണ്ണ തേച്ച് കുളി കഴിഞ്ഞ് കണ്ണ് എഴുതുന്നത് നിർബന്ധമുള്ള കാര്യമാണ്. കൺമഷി കൊണ്ട് കണ്ണും പുരികവും ഒക്കെ എഴുതി കവിളിലൊരു കുത്തൊക്കെ ഇടുന്നത്. അത് ചെയ്യാതിരുന്ന അന്നത്തെ ദിവസം അവൾക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരിക്കും. അത് ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ ഒന്നും ചെയ്യില്ല. ഇപ്പോഴും കുഞ്ഞു വാവുകളെ പോലെ 28 കഴിയാത്ത കുട്ടികളെ പോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്തു കൊടുക്കുക. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം വേറൊന്നുമല്ല, അവളത് ഇഷ്ടപ്പെടണോ, അവളുടെ മനസ്സിൻ്റെ ഇഷ്ടം എന്താണോ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. എന്തായാലും അത് എന്നെ സംബന്ധിച്ച് അത് അവൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ എനിക്കൊരു സമാധാനം, അവൾക്കും അതേപോലെ. കഴിച്ചത് കണ്ണാടി ഇത്തിരി നേരം ഇട്ടിട്ടുള്ളൂ. കണ്ണാടി ഇടണോ? ഇടില്ല പറയാതെ കണ്ണാടി ഇട്. എന്താ കണ്ണാടി ആരെടുത്ത് ചോദിച്ചിട്ട് അയച്ചത്? ഇത്തിരി നേരമല്ലേ ഇട്ടോളൂ, കുറച്ച് സമയം കൂടി ഇട്. കണ്ണാടി ഇടുണ്ണി. എങ്ങനെയാ കണ്ണാടി ഇടണ? കാണിച്ചതാ, അമ്മയ്ക്ക് കാണിച്ചതാ. നിനക്ക് ഇത്തുമല്ല പറഞ്ഞ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ, അത് ഇടണം. അമ്മ ഇട്ട് തരട്ടെ? താ 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 കണ്ണാട താ 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 കണ്ണാട താ. താടിയമ്മോ കണ്ണാട താ. വെരി ഗുഡ്. അയ്യോ ചെവിൻ്റെ ഉള്ളിൽ കൂടെ പോയി. ഇപ്പോഴല്ലേ സുന്ദരി പാപ്പി ആയത്. കറണ്ട് പോയി പാപ്പി, കറണ്ട് പോയി. ഇനി പാപ്പി ഇരിക്കില്ല, കറണ്ട് പോയില്ല, ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് ഇനി കരയാൻ നിൽക്കും. അയ്യോ, നമ്മുടെ പാപ്പി താഴെ കാലൊക്കെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ്? കറണ്ട് പോയാ? താഴെയൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്. ആരെങ്കിലും ഒരാൾ അടുത്ത് വേണം. വീഴുന്നുള്ള ഒരു പേടി, നല്ല പേടിയുണ്ട്.